നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്ത് SIR കരട് പട്ടിക പൂർത്തിയായി. voters.eci.government.in എന്ന വെബ്സൈറ്റിലാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. നിലവിൽ പുറത്തിറക്കിയ SIR കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താത്തവർക്ക് വീണ്ടും പേര് ചേർക്കാൻ സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൽ കേൽക്കർ. ഇതിനായി ഫോം 6 പൂരിപ്പിച്ച് നൽകണം. ഇതിനൊപ്പം സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടതുണ്ട്. 1 മാസത്തേക്കാണ് പരാതികൾ ഉൾപ്പെടെ പരിഗണിക്കുക. ജനുവരി 22 വരെയാണ് സമയം. വിദ്യാലയങ്ങൾ അക്ഷരങ്ങൾ പഠിക്കാൻ മാത്രമുള്ള ഇടങ്ങളല്ലെന്നും മറിച്ച് സഹവർത്തിത്വം പഠിക്കാൻ ഇടങ്ങൾ കൂടിയാണെന്നും അവിടെ ഓണവും ക്രിസ്മസും പെരുന്നാളും ഒരേ മനസ്സോടെ ആഘോഷിക്കപ്പെടണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. രാജ്യത്തിലെ ചില ഭാഗങ്ങളിൽ ക്രിസ്മസ് അവധി റദ്ദാക്കിയും സദ്ഭരണ ദിനം എന്ന പേരിൽ അവധി ദിനത്തെ പ്രവൃത്തിദിനമാക്കി മാറ്റിയും ജനങ്ങളുടെ ആഘോഷിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയുടെ സൗന്ദര്യമായ വൈവിധ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു. പൂജപ്പുര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറത്ത് ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ. രാത്രി 11:20 വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടുക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളാണ് കുലുക്കം അനുഭവപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലും ആളുകൾ ഭൂമി കുലുങ്ങിയതായി പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനമായ HMDയുടെ ഫീസ് ഊരി KCB. വലിയ തുക കുടിശ്ശിക വരുത്തിയോടെയാണ് ഫീസ് ഊരാനുള്ള തീരുമാനവുമായി KCB മുന്നോട്ട് പോയത്. 5 ഏക്കർ ഭൂമി പകരമായി നൽകാമെന്ന് HMD വാഗ്ദാനം നൽകിയാലും അത് നടപ്പായില്ല. ഇതോടെയാണ് കടുത്ത തീരുമാനം ഉണ്ടായത്. 30 കോടി രൂപയ്ക്ക് അടുത്താണ് കുടിശ്ശിക ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധി കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. കേസ് ഏറ്റെടുക്കാൻ ഒരുക്കമെന്നാണ് CBI നിലപാട്. ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കോടതിയെ അറിയിക്കും. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്ക അങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയും വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 2,000 നിജപ്പെടുത്തിയെന്ന് അറിയിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് സുപ്രീം കോടതിയിൽ. കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. 2019 ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിന് ഒഴിവാക്കിയെന്നും കോടതി ചോദിച്ചിരുന്നു. ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ലെന്ന് കോടതി ചോദിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിൽ കണ്ട് UDF മുന്നണിയുടെ ഭാഗമായതിന്റെ സന്തോഷം അറിയിച്ചു PV അൻവർ. UDFൽ അസോസിയേറ്റ് അംഗമായ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്നലെയാണ് ഉൾപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. ഇതിന് പിന്നാലെ ഇന്ന് നേരിൽ കണ്ടപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും. സന്ദർശനത്തിന്റെ വീഡിയോ PV അൻവർ ഫേസ്ബുക്കിലും പങ്കുവച്ചിട്ടുണ്ട്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിലേക്ക് ഡിസംബർ 26 നടക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായ VK മിനിമോളെയും ദീപക് ജോയിയെയും തീരുമാനിച്ചു. ആദ്യ 2.5 വർഷം VK മിനിമോളും ദീപക് ജോയിയും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം മേയറായി ഷൈനി മാത്തുവും ഡെപ്യൂട്ടി മേയറായി KVP കൃഷ്ണകുമാറിനെയും തീരുമാനിച്ചായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. എല്ലാത്തരം പരിഗണനകൾക്കും ശേഷമാണ് മേയർ തീരുമാനിച്ചതെന്നും ദീപ്തി മേരി വർഗീസിന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും മുഹമ്മദ് ഷിയാസ് കൂട്ടിച്ചേർത്തു. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നതിൽ KPC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ്. തർക്കമുണ്ടെങ്കിൽ KPC നിരീക്ഷകൻ എത്തി പ്രശ്നം പരിഹരിക്കണം എന്നാണ് മാനദണ്ഡം. കോർ കമ്മിറ്റി വിളിക്കുമെന്നാണ് പറഞ്ഞതെന്നും എന്നാൽ വിളിച്ചില്ലെന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ലഭിച്ചെന്നും മേയർ പദവി ലഭിക്കാത്തതിൽ ഒരു വിഷയവുമില്ലെന്നും പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നും മേയർ പദവി കണ്ടിട്ടല്ല മത്സരത്തിനിറങ്ങിയതെന്നും ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ എന്നും ദീപ്തി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, മാവേലിക്കര മേഖലയിലെ ചിലയിടങ്ങളിൽ CPM BJPയെ സഹായിച്ചെന്ന് CPI. ആലപ്പുഴ ജില്ലാ കൗൺസിൽ. ഭരണവിരുദ്ധ വികാരം LDFന് തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനയെ എതിർക്കാതിരുന്നത് ദോഷം ചെയ്തുവെന്നും ന്യൂനപക്ഷങ്ങൾക്ക് LDFൽ വിശ്വാസം കുറയാൻ ഇത് കാരണമായെന്നും സർക്കാർ ഇനിയും തിരുത്തുകൾ വരുത്തേണ്ടതുണ്ടെന്നും യോഗം വിലയിരുത്തി. 10ലും +2ലും പരീക്ഷ എഴുതുന്ന ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾ കേരള സർക്കാർ നൽകി വരുന്ന അധിക സമയമെന്ന ആനുകൂല്യം CBSEയിലും നടപ്പാക്കണമെന്ന ആവശ്യം അതീവ ഗൗരവത്തോടെ സമയബന്ധമായി പരിഗണിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. CBSE സെക്രട്ടറിക്കും കേരള റീജിയണൽ ഡയറക്ടർക്കുമാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ചില ഭാഗങ്ങൾ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഫീൽഡ് തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യമന്ത്രി നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്.
നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ വാർത്താ ചാനലുകൾക്കെതിരെ പരാതിയുമായി ദിലീപിന്റെ സഹോദരി ജയലക്ഷ്മി. റിപ്പോർട്ടർ TV, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ ചാനലുകൾക്കും ചാനൽ മേധാവികൾക്കുമെതിരെയാണ് ജയലക്ഷ്മി ആലുവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചുവെന്ന് കാണിച്ചാണ് പരാതി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്ന ദിലീപ് കോടതിയിലേക്ക് പോകുന്നതും കോടതി വെറുതെ വിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തി കുടുംബങ്ങളുമായി സന്തോഷം വയ്ക്കുന്നതും ഡ്രോണുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചതെന്നാണ് പരാതിക്ക് ആധാരം. ലഹരി വ്യാപനം തടയാനായി പുതിയ പദ്ധതിയുമായി പോലീസ്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പോഡ എന്ന പേരിൽ പദ്ധതി തുടങ്ങിയത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസ് സംഭവകരുടെ സംഘടനയായ യങ് ഇന്ത്യൻസുമായി സഹകരിച്ചാണ് പദ്ധതി. പോലീസ് ഹസൻ നടച്ചാങ്കിൽ DGPയും യങ് ഇന്ത്യ പ്രതിനിധിയും ധാരണാപത്രം കൈമാറി. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ നടത്തിയ കുട്ടികളെ അധിക്ഷേപിച്ച് BJP നേതാവ് C. കൃഷ്ണകുമാർ. മദ്യപിച്ചാണ് കരോൾ നടത്തിയെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതോടെ കൃഷ്ണകുമാർ മലക്കം പറഞ്ഞു. പൊതുവായി പറഞ്ഞതാണെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ വിശദീകരണം. 2026 കലണ്ടർ പുറത്തിറങ്ങി ലോക്ഭവൻ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് കലണ്ടർ പ്രകാശനം ചെയ്തത്. ഇതാദ്യമാണ് ലോക്ഭവൻ കലണ്ടർ ഇറക്കുന്നത്. സാധാരണ സർക്കാരിന്റെ കലണ്ടറാണ് ലോക്ഭവന് വിതരണം ചെയ്യാറുള്ളത്. അതേസമയം ലോക്ഭവൻ പുറത്തിറക്കിയ കലണ്ടറിൽ സവർക്കറുടെ ചിത്രവുമുണ്ട്. ദേശീയ സംസ്ഥാന നേതാക്കൾക്ക് ഒപ്പമാണ് സവർക്കറുടെ ചിത്രം. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യ ചർമ്മത്തിന്റെ പ്രോസസ്സിംഗ് ആരംഭിച്ചു. പ്രത്യേക താപനിലയിലും സംവിധാനത്തിലുമാണ് ചർമ്മം സംരക്ഷിക്കുന്നത്. 3 ആഴ്ചത്തെ കെമിക്കൽ പ്രോസസ്സിംഗ് ശേഷം അത്യാവശ്യമുള്ള രോഗികൾ പ്ലാസ്റ്റിക് സർജറിയുടെയും നൂതന സാങ്കേതിക വിദ്യയുടെയും ചർമ്മം വെച്ച് പിടിപ്പിക്കാം. അപകടത്തലമുള്ളവരിലും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ലോകോത്തര ചികിത്സ ഉറപ്പുവരുത്താനായാണ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട് നടുറോഡിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ലിനു മരിച്ചു. 40 വയസ്സായിരുന്നു. കൊല്ലം സ്വദേശിയാണ്. എറണാകുളം ഉദയംപേരിലായിരുന്നു അപകടം ഉണ്ടായത്. ലിനുവിന്റെ ജീവൻ രക്ഷിക്കാൻ നടുറോഡിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ ശ്രമങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം നടത്തിയ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നുമാണ് മോഷണം നടത്തിയ സംഭവത്തിൽ തൃശൂർ ശ്രീനാരായണപുരം വെമ്പനൂർ സ്വദേശിയായ രതീഷ് KR ആണ് അറസ്റ്റിലായത്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുതിയ ഭണ്ഡാരത്തിലെ കിഴിക്കെട്ടഴിക്കുന്ന താൽക്കാലിക ജീവനക്കാരനാണ് രതീഷ്. വാളയാർ ആൾക്കൂട്ട കൊലപാതക സമ്മർദ്ദത്തിന് ഒടുവിൽ 7ാം ദിവസം ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. SC/ST അതിക്രമം തടയൽ, ആൾക്കൂട്ട കൊലപാതകം എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കേസിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.